വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു ചെറിയ രീതിയിലൊരു ബിരിയാണി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സവാള എടുത്ത് വഴറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്കൊരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നെയ്യിലാണ് സാധാരണ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ആക്കുന്നത്. അപ്പോൾ ചിലർ വെളിച്ചെണ്ണയിലാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ വെജിറ്റബിൾസ് ഇട്ടാൽ ഇവിടെ അധികം ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ബീൻസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. മീഡിയം സൈസ് തക്കാളി ഇട്ടു. പിന്നെ തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് ഏകദേശം നന്നായി വന്നു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് ചൂടുവെള്ളം ആവശ്യമാണല്ലോ. അപ്പോൾ അതവിടെ കിടന്നായിക്കോളും. അപ്പോൾ അതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊരു പുളിരസമൊക്കെ വേണമല്ലോ നമുക്ക്. അങ്ങനെ അത്യാവശ്യം കുറച്ച് തൈരൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളമൊക്കെ ആയിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവാനുള്ള വെള്ളമൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നേ. വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരി കുതിർത്തത് കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേ. അപ്പോൾ അരിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചോറൊക്കെ നമുക്ക് വേറെ വേറെ തന്നെ കിട്ടും കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ വെജിറ്റബിൾസിൻ്റെ ഇതൊക്കെ അരിയിലേക്കൊക്കെ ആയിട്ട് അങ്ങനെ അരിയൊക്കെ ആ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൂടുവെള്ളമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു 2.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണല്ലോ. അങ്ങനെ അതിനാവശ്യമുള്ള വെള്ളമൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ചേർത്ത് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അരി ഇങ്ങനെ കട്ട കുത്തി നിൽക്കാൻ പാടില്ലല്ലോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സോയാബീൻ ചേർക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. സോയാബീൻ ഇല്ലാത്തൊരു ബിരിയാണി ഇല്ല ഇവിടെ. അപ്പോൾ സോയാബീനും കൂടി ചേർത്ത് കൊടുത്തു. അവസാനം ഏകദേശമൊക്കെ ലാസ്റ്റ് ഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ബിരിയാണീൻ്റെ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.